ഹലോ, എല്ലാവർക്കും ഷൈമാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശംഖുപുഷ്പം ഇങ്ങനെ പുഷ്പിച്ച് ചെടി നിറച്ചും ഇങ്ങനെ പൂ തരുമ്പോൾ നമ്മൾ എങ്ങനെയാ ഇതിനെ വേണ്ടാതെ വെക്കുക? ഓരോ ദിവസവും ഉണർന്ന് നോക്കുമ്പോഴത്തേക്കും ചെടി നിറച്ചും ഇങ്ങനെ പൂ തന്ന് നമ്മളിങ്ങനെ കണ്ണിന് കുളിർമയാക്കി തരുന്നിരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡബിൾ ഷെയ്ഡ് സോപ്പിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിന് മുന്നേ ഞാൻ ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ശംഖുപുഷ്പത്തിൻ്റെ പൂ തന്നെ വെച്ചിട്ടാണ് ചെയ്തെങ്കിലും അത് ഉണക്കി പൊടിച്ചിട്ടാണ് ഞാനത് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ പൂ കൊണ്ട് ഇന്ന് അതേ സെയിം സോപ്പ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പറിച്ചൊക്കെ കൊണ്ടുവന്ന് രാവിലെ തന്നെ ഇന്ന് സോപ്പിൻ്റെ പണിയിലേക്കാണ് രാവിലെ തന്നെ അങ്ങ് ഇറങ്ങിയത്. കാരണം ഇത് കുറച്ച് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാനുള്ള ഒരു ഇതിലേക്ക് പോകും. അതുകൊണ്ട് വാടി പോവാതിരിക്കാൻ വേണ്ടി ഫ്രഷായിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. വേണ്ട, നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, എല്ലാ കളറിലെ ആ കളറിലൊന്ന് സോപ്പായി കിട്ടിയാൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആ കളറിലേക്ക് വരുന്നില്ല. കാരണം നമ്മുടെ സോപ്പിൻ്റെ കൂട്ടിലേക്ക് വീഴുമ്പോൾ തന്നെ ഇതിന് കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ജാറിനകത്തിട്ട് അരച്ചാൽ ചിലപ്പോൾ നമുക്ക് തികയുമെന്ന് തോന്നുന്നില്ല. വലിയ കുറേ പൂവുണ്ടല്ലോ, അപ്പോൾ വലിയ ജാറ് തന്നെ എടുക്കണം. നമുക്കൊന്ന് വലിയ ജാർ എടുത്ത് വരാം. വലിയ ജാറിനകത്തിട്ടേക്കുമ്പോഴേ നമുക്ക് മൊത്തം അരച്ച് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഫ്ലവർ മാത്രം നമ്മൾ അരയ്ക്കാൻ നോക്കിയാൽ ചിലപ്പോൾ മൊത്തത്തിൽ നല്ലോണം ഒന്ന് അരഞ്ഞ് വരത്തില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, നിറച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എങ്ങനെ അരഞ്ഞ് കിട്ടുന്നതെന്നൊന്ന് നോക്കാം നമുക്ക്. ഏകദേശം അരച്ചു കൊണ്ടുവന്നപ്പോൾ ഇതാ ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള അലോവേരയുടെ ലീഫ് ഉണ്ടെങ്കിൽ ആ ലീഫ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും കൂടി അരച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല പേസ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഹയാടെ തന്നെ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അലോവേര ജെല്ലിട്ട് രണ്ടും കൂടി ഒന്നും കൂടി ഒന്ന് അരച്ചു കൊണ്ടുവരാം. 1 ഗ്രാം ജെല്ലാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ബാക്കി ഫ്ലവറും എല്ലാം കൂടി ഉണ്ട്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന എത്രയാ സോപ്പ് ബേസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ മൊത്തത്തിൽ അരച്ച് ഇതാക്കണ്ട, ജെല്ലൂടെ ചെന്നപ്പോഴത്തേക്ക് ഇത് ഈ രീതിയിലാണ് അരഞ്ഞ് കിട്ടിയത്. ഇനി നമുക്കതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി മാറ്റി വെക്കാം. അരച്ചെടുത്ത നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഈ ഒരു മെഷർമെൻറ്റ് മെഷീനിനകത്ത് വെച്ച് നമ്മളൊരു ബൗൾ വെച്ചിട്ടുണ്ടല്ലോ, ബൗൾ വെച്ചിട്ട് ബൗളിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് ആ ഒരു 100, 103, 104 കറക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള സോപ്പ് ബേസ് എടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഇത്ര കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് 1 കിലോ സോപ്പ് ബേസ് ആണ് വേണ്ടത് ഈ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോപ്പ് ബേസ് വെച്ച് മെഷർമെൻറ്റ് കറക്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് 1 കിലോ എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന സോപ്പ് ബേസ്. 1 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് ഇനി നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ ആവശ്യമുള്ള പാത്രമാണിത്. ആ പാത്രത്തിനകത്തേക്ക് ഈ 1 കിലോ സോപ്പ് ബേസ് കട്ട് ചെയ്തതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബേസൊക്കെ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളത്തിനകത്തേക്ക് നമ്മുടെ സോപ്പ് ബേസ് വെക്കുന്നുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ ഈ പ്രാവശ്യം സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസിനകത്തേക്ക് ഇനി ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അലോവേരയും ശംഖുപുഷ്പവും ജെല്ലാണിത്. ഇതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 4 സ്പൂണോളം വെജിറ്റബിൾ ഗ്ലിസറിൻ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഖത്തിന് നല്ല ഒരു ഗ്ലേസിങ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഈ മുഖത്തെ നമ്മുടെ മുഖത്തെ ചുളുക്കുകളും ഈ ടാനും ഒക്കെ മാറി വരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ബെറ്ററായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ കൂടിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതൊരു 10 തുള്ളി ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. വൈറ്റമിൻ ഇയുടെ ഒരു ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി വെക്കുകയാണ്. ഇളക്കി വെച്ചതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആയൊന്നൊന്ന് നോക്കാം. ഇപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അലിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കും തോറും ഈ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് അത് മെൽറ്റായി വരും. അപ്പം നന്നായിട്ട് നമ്മളിങ്ങനെ മെൽറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സോപ്പിൻ്റെ ബേസ് എല്ലാം മെൽറ്റായി ഇരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ 100 ഗ്രാമിൻ്റെ നമ്മുടെ ആ ഒരു ശംഖുപുഷ്പ അലോവേര ജെല്ലിൻ്റെ കൂട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഈ സോപ്പിൻ്റെ ബേസിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ മാറിയത് നിങ്ങൾക്ക് കാണാം. നമ്മൾ പാത്രത്തിലിരുന്ന കളറല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ കളറ് പെട്ടെന്ന് തന്നെ മാറിയത് കണ്ടോ. സോപ്പിൻ്റെ ബേസുമായിട്ട് ഇത് മെൽറ്റായി വരുന്നതിനനുസരിച്ച് കളറിന് ചേഞ്ച് നല്ല പോലെ മാറ്റം വരും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇതിനകത്തേക്ക് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇതൊന്ന് മെൽറ്റായി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം നമ്മുടെ സോപ്പ് ബേസും നമ്മുടെ ശംഖുപുഷ്പവും എല്ലാം നല്ല പോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് നിറക്കി താഴേക്ക് വെക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഫ്രാഗ്രൻസ് ഓയിൽ ശംഖുപുഷ്പത്തിൻ്റെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ 30-ാം തീയതി എത്തും. അപ്പോൾ എല്ലാവർക്കും ഓർഡർ തന്ന എല്ലാവർക്കും എത്തിച്ചു തരുന്നതായിരിക്കും. വെന്നപാട് സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ ഇതുവരെ തന്നവർക്കും ഇനി പുതിയതായിട്ട് വേണ്ടവരുടെ എല്ലാം ലിസ്റ്റ് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ അയച്ചിട്ടേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത്രയും മോൾഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 5 മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം 100 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം പകുതി വീതമാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ ഈ മോൾഡിനകത്ത് കറക്റ്റ് നിറച്ച് ഒഴിക്കുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. നമ്മൾ ചെയ്യുന്ന സോപ്പ് ആലോവേരയുടെയും ശംഖുപുഷ്പത്തിൻ്റെയും സോപ്പാണ്. ഡബിൾ ഷെയ്ഡിൻ്റെ സോപ്പാണ്. നമുക്കിതിന് നല്ല ഓർഡറാണ്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ നല്ല രീതിയിൽ നമുക്ക് മൂവിങ് ഉള്ള ഒരു സോപ്പാണിത്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു സോപ്പ് കൊണ്ട് തന്നെ. ഇത് കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അവർ പെട്ടെന്ന് തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് തന്നെയും നമുക്കിത് കൊടുക്കുന്നതിൽ വിശ്വസിച്ച് നമുക്ക് ധൈര്യത്തിലും കൊടുക്കാം. ഇത് ഒരു 2-3 മാസം ഇത് നമുക്ക് കറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പക്ഷേ 3 മാസത്തിന് മേലെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങും ഈ ഫ്ലവറിൻ്റെ. അപ്പോൾ കഴിയുന്നതും നമുക്കിതിലേക്ക് ഓർഡർ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്ലവറൊക്കെ വീട്ടിലുള്ളവർക്ക് ധൈര്യത്തിൽ പറിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള പൂവിൻ്റെ സോപ്പ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന കാണാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം 50 ഗ്രാമിൻ്റെ ഒരു വലിപ്പത്തിൽ നമ്മൾ ആദ്യം പകുതി വീതം എല്ലാ മോൾഡിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒഴിക്കരുത്, നിറച്ചും ഒഴിക്കരുത്. ഒരു ഹാഫ് ഭാഗം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കേണ്ട അടുത്ത സംഭവങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പോൾ ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വൈറ്റ് കളറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് അലോവേര വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് അലോവേരയ്ക്കും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പോവാം. സോപ്പിൻ്റെ ഹാഫ് ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഭാഗം നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലോവേരയുടെ മെഷർമെൻറ്റാണ് ഇപ്പോൾ കാണിച്ചത്. 1 കിലോ സോപ്പ് ബേസ് തന്നെ നമ്മൾ വീണ്ടും എടുത്ത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 2 കിലോ സോപ്പ് വെച്ചിട്ടാണ് ബേസ് വെച്ചിട്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ എടുത്തിട്ടാണ് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കി വെച്ചത്. ഇനി അതിൻ്റെ മുകളിൽ അടുത്ത ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 കിലോ സോപ്പ് ബേസ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതും കൂടി ഈ പാത്രത്തിനകത്തേക്കാക്കി ഇനി നമുക്ക് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. നമ്മൾ ശംഖുപുഷ്പത്തിന് എടുത്തതുപോലെ തന്നെ 4 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാമിൻ്റെ അലോവേര ജെല്ലും കൂടി എടുക്കുന്നുണ്ട്. 100 ഗ്രാം അലോവേര ജെല്ല് നമ്മൾ ഈ മെഷർമെൻറ്റിൽ വെച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണ് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ 100 ഗ്രാം ജെല്ല് എടുക്കുന്നുണ്ട്. ആ ജെല്ല് കൂടി നമുക്കിതിനകത്തേക്ക് എടുക്കണം. ഒരു 2 സ്പൂണ് അലോവേരയുടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് അലോവേരയുടെ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോപ്പിൻ്റെ ബേസ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ അലോവേര ജെല്ലും അലോവേര ഓയിലും വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ജെല്ലാണിത്. നിങ്ങൾ നോക്കിയാൽ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് നമ്മുടെ അലോവേര ജെല്ല് ക്രീം രൂപത്തിലായി കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ സോപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എന്താ പ്യുർ വൈറ്റ് അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ഓയിൽ മെത്തേഡിൽ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ജെല്ല് ഇതിലേക്ക് അലോവേര ജെല്ലിന്റെ കൂട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഈ സോപ്പിന്റെ ബേസുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞ് വരുന്ന വരെ നമ്മൾ ഇതിനെ മെൽറ്റ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ക്ലിയർ ആയിട്ടായിരിക്കും നമുക്ക് അലോവേരയുടെ സോപ്പ് കിട്ടാൻ പോകുന്നതെന്ന്. നോക്കിക്കോണം, നന്നായിട്ട് ഈ ഒരു കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് പതുക്കെ നമ്മുടെ സ്പാച്ചില കൊണ്ട് തന്നെ നല്ലപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇളക്കുമ്പോൾ അത് മെല്ലെ പോലെ അത് മെൽറ്റായി വരും. വളരെ പെട്ടെന്ന് തന്നെയാണ് എല്ലാം മെൽറ്റായി അലോവേര ജെല്ല് നന്നായിട്ട് ഈ സോപ്പ് ബേസുമായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇനി നമുക്ക് അധികം നേരം ഈ വെള്ളത്തിൽ വെച്ചിരിക്കേണ്ട. ഇനി നമുക്ക് എടുത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇറക്കി വെക്കാം. ഏകദേശം നമുക്ക് 15 മിനിറ്റോളം കഴിഞ്ഞ് നമ്മുടെ ശംഖുപുഷ്പം നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇനി ഇത് ഇറക്കി വെച്ച് ഇതിനകത്തേക്ക് ഞാൻ അലോവേരയുടെ നീമിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്, അലോവേര ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10-15 തുള്ളി, അതിൽ കൂടുതലില്ല. നിങ്ങൾക്കറിയാം അലോവേരയുടെയൊക്കെ സ്മെല്ല് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ കയ്യിൽ അലോവേരയുടെ എല്ലാ ഫ്രാഗ്രൻസുകളെല്ലാം അവൈലബിൾ ആണ്, എല്ലാവരും വാങ്ങുന്നുണ്ട്, അവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ട മണമാണെന്ന് അറിയാം. ഇപ്പം നമ്മുടെ സെറ്റായിരിക്കുന്നുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ ഒരു പാർട്ട് സെറ്റായിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അലോവേരയുടെ ഡബിൾ ഷെയ്ഡ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇനി അലോവേരയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ സോപ്പൊക്കെ സെറ്റായിരിക്കുന്നുണ്ട്. ഇനി പതുക്കെ വേണം നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് അടുത്ത സെക്ഷനായിട്ട് ഒഴിക്കുന്നത്. കുറച്ച് നിറച്ചായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എങ്ങനെ നോക്കിയാലും 100 ഗ്രാമിന് മുകളിൽ പോകാമെന്നല്ലാണ്ട് ഒരു തരി പോലും കുറയത്തില്ല. അപ്പം നമ്മൾ ടോട്ടലി 2 കിലോ ബേസാണ് ഈ 2 തരം സോപ്പിനുണ്ടാക്കിയിരിക്കുന്നത്. അലോവേരയും ശംഖുപുഷ്പമായിട്ട് ഉണ്ടാക്കുന്നതിന് 2 കിലോ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇത്രയധികം ഉപകാരപ്പെട്ട ഈ ഒരു ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കസ്റ്റമർ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ലല്ലോ. ആ തൊട്ടടുത്തുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഒരുപാട് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മൾ ഇതിനകത്ത് തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ അതിലേക്ക് കയറി നോക്കുന്ന സമയത്ത് കാണാം കണ്ടമാനം ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പോകുന്നുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഫീസ് വാങ്ങാതാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സൂചകമായിട്ട് ഒരു സബ്സ്ക്രൈബേഴ്സും ഒരു ലൈക്കും അത് മാത്രമേ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നാലേ ഇനിയും ഒരുപാട് വീഡിയോ ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സോപ്പ് ബേസ് 3 മണിക്കൂറിന് ശേഷം നോക്കിയാട്ടെ എന്താ കളർഫുള്ളായിട്ട് ഇരിക്കുന്നതല്ലേ, അടിപൊളിയല്ലേ. നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, സോപ്പ് ബേസ് 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായാൽ പോലും അന്നേരം എടുക്കരുത്, 3 മണിക്കൂറിന് ശേഷമേ നമ്മൾ ഇത് എടുക്കാവുള്ളൂ. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ സോപ്പ് സെറ്റായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയാലോ. വരുന്ന ഓർഡറിനനുസരിച്ചാണ് നമ്മൾ എല്ലാ ഐറ്റവും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത്. കാരണം ചെയ്ത് വെക്കുമ്പോഴേ നമ്മൾ പ്രോഡക്റ്റ് എല്ലാം സെയിലായി പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് ഓർഡർ വരുന്നത്, അന്നേരമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഓർഡറാണ്. 6 സോപ്പിന് ഓർഡർ ഒരുമിച്ചാണ് നമുക്ക് വന്ന കസ്റ്റമർ. കഴിഞ്ഞ പ്രാവശ്യം അവർ 3 സോപ്പായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, സോപ്പ് നല്ല റിസൾട്ട് ഉണ്ടെന്ന് അവർ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച സോപ്പും ഈ ഒരു സോപ്പും തമ്മിലുള്ള വ്യത്യാസം നല്ല പോലെ അറിയാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വീണ്ടും ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് നമുക്കവർ ഓർഡർ തന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സോപ്പ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം എല്ലാം വേണം. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ സോപ്പുകൾ അവൈലബിൾ ആണ്, ക്രീം അവൈലബിൾ ആണ്, ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ്, ഫേസ് ക്രീം, സോപ്പ്, ഫേസ് ജെല്ല്, ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകളുള്ളത്. പിന്നെ ലിപ് ബാം ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് നമ്പർ തരാം, അപ്പോൾ കോൺടാക്ട് ചെയ്യുമല്ലോ.